ഹലോ ഗൈസ്, ഇന്ന് ഞായറാഴ്ചയാണ്. അത് മാത്രമല്ല ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയും കൂടിയാണ്. പക്ഷേ ഞാനും എൻ്റെ മണിയും കൂടി അണിഞ്ഞൊരുങ്ങി പോകുന്നത് ഒരു കല്യാണത്തിനാണ് കേട്ടോ. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ കല്യാണത്തിനാണ് ഞങ്ങൾ രണ്ടാളും കൂടി പോകുന്നത്. ചേട്ടൻ ഇല്ല കേട്ടോ, ഞങ്ങളെ കൊണ്ടുവന്നാക്കാനായിട്ട്. ചേട്ടനൊന്നൊരു വാടക ഉണ്ടായിരുന്നു, അത് കാരണം കൊണ്ട് ചേട്ടന് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞാനും മണിയും കൂടെ ബസ്സൊക്കെ കയറി ഇറങ്ങി. ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ശക്തനിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ചെന്ന് ഞങ്ങൾ അവിടെ ഒരു ഓട്ടോയും പിടിച്ചിട്ടാണ് കല്യാണം നടക്കുന്ന ഹാളിലെത്തിയത്. എത്തിയപ്പോഴേ അവിടെ എത്തുമ്പോഴേക്കും ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ചെന്ന പാടെ നല്ല പാഷൻ ഫ്രൂട്ട് ഇങ്ങനെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പാഷൻ ഫ്രൂട്ട് അല്ല കേട്ടോ, പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ്. അപ്പോൾ വേഗം അതൊക്കെ എടുത്ത് കുറച്ച് കുടിച്ചപ്പോൾ കുറേ സമാധാനം കിട്ടി. അതിനുശേഷം ഉള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ നമ്മുടെ കല്യാണ പെണ്ണ് നല്ല ചുന്തിരി മോളായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് അവൾ പറഞ്ഞു വേഗം തന്നെ ഭക്ഷണം കഴിച്ചോളൂട്ടോ എന്ന് പറഞ്ഞു. പിന്നെ അത് ഞങ്ങൾ ഏറ്റു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് സൊറ പറഞ്ഞിരിക്കുകയാണ്. കാരണം പഠിച്ചിറങ്ങിയതിന് ശേഷം ഇങ്ങനെ വലിയ കല്യാണങ്ങളൊക്കെ വരുമ്പോഴാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഒത്തുകൂടുന്നത്. അപ്പോൾ പറയാനായിട്ട് ഒരുപാട് വിശേഷങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നോ രണ്ടോ ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് അവിടെ കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതൊക്കെ കണ്ട് അവളും അങ്ങനെ വെട്ടിലാവുന്നതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ രസിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മുടെ മണിക്കുട്ടീനെ ഇരുത്തി മണിക്കുട്ടിക്ക് വേഗം വാരിയൊക്കെ കൊടുത്തതിന് ശേഷം അവന്മാരെ ഏൽപ്പിച്ചതിന് ശേഷമാണ് ഞാനും വേറെ കുറച്ച് ഫ്രണ്ട്സും കൂടെ ഇരുന്നത്. അതിനുശേഷം അവിടെ പഞ്ഞിമിഠായിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. അവന്മാരെ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തത് അറിയാതെ ഞാൻ വീണ്ടും അവൾക്ക് വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ അവൾക്ക് അങ്ങോട്ട് സന്തോഷമായിട്ടോ മണിക്കുട്ടിക്ക് വീണ്ടും കിട്ടിയതിൻ്റെ ഒരു സന്തോഷം. അതിനുശേഷം ഞങ്ങൾ എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാനൊക്കെ കയറി ഗിഫ്റ്റൊക്കെ കൊടുത്തു. അതിനുശേഷം നമ്മുടെ ചേട്ടനും ചച്ചും കൂടെ എന്നെ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം ചേട്ടൻ ഓട്ടം കഴിഞ്ഞ് വന്നാലും ചേട്ടൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് കഴിക്കാൻ പറഞ്ഞപ്പോൾ കേട്ടതുമില്ല. എന്നാൽ പിന്നെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ ഫ്രൈഡ് റൈസും ബീഫ് റോസ്റ്റും കൂടി കഴിച്ചു കേട്ടോ. ചേട്ടൻ കഴിക്കുക എന്നുള്ള വ്യാജന കയറിയെങ്കിലും ഞാനും മണിയും കൂടെ കഴിച്ചു. അതിനുശേഷം അവിടെ ഒരു നല്ലൊരു അക്വേറിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് അപ്പം മണിക്കുട്ടിക്ക് ഒരുപാട് സന്തോഷമായി. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ മീനുകൾക്ക് ടാറ്റൊക്കെ കൊടുത്ത് ഞങ്ങൾ അങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. വയറൊക്കെ നിറച്ചിട്ട് കൊക്കോപ്പുഴ ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കും, പക്ഷേ കൊക്കോപ്പുഴൊന്നുമില്ല, ഞങ്ങൾ വളരെ കുറച്ചേ കഴിച്ചുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു ഗൈസ്.